സംസ്ഥാനത്തെ 98 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന റേഷൻ കട വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം പുരോഗമിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ MLA-യുമായ സ്റ്റീഫനുണ്ട്. സർ, എന്തായിരിക്കും ഇനിയൊരു നിലപാട്? ഇപ്പം ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, 2 മണിക്കൊരു ചർച്ച നടത്തുമെന്ന് പറയുന്നുണ്ട്. ചർച്ചയിൽ ഈ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇളവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് സ്വീകരിക്കാൻ തയ്യാറാണോ? നമ്മൾ ഇന്ന് സമരം തുടങ്ങുന്ന ദിവസം തന്നെ സർക്കാർ ഒരു മീറ്റിംഗ് വിളിച്ചത് വളരെ സ്വാഗതാർഹമാണ്. ഈ കേരളത്തിലെ 14,200ഓളം വരുന്ന റേഷൻ കടകൾ വഴി 92 ലക്ഷം കാർഡ് ഉടമകൾക്ക് റേഷൻ ലഭിക്കുകയാണ്. ഇന്ത്യയിലെ പൊതുവിതരണ രംഗത്ത് കേരളമാണ് മാതൃകാപരമായി ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ കട ഉടമകളുടെ പ്രശ്നത്തിൽ സർക്കാർ ശക്തമായി ഇടപെടുമെന്നുള്ള സൂചനയാണ് സമരത്തിൻ്റെ 1-ാം ദിവസം രാവിലെ തന്നെ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നിലപാട് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ധാരാളം സമരങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആ സമരങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ നീണ്ട സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ ഈ അനിശ്ചിതകാല സമരത്തിൻ്റെ ആദ്യ ദിവസം രാവിലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ് ഇടപെട്ടു എന്നുള്ളത് വളരെ ആശാവഹമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങളോട് അനുഭാവപൂർവമായിട്ടുള്ള സമീപനം സർക്കാരിൻ്റെയും മന്ത്രിയുടെയും വകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള നല്ല ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത്. സർ, ഒരു ഇടതുപക്ഷ സർക്കാരാണ്, ഇടതുപക്ഷ MLA ആണ് താങ്കൾ. അപ്പം താങ്കളെ ഒരു ഇടപെടൽ അത് തീർത്തും ഒരു ആശാവഹമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ധനവകുപ്പാണെങ്കിലും ഭക്ഷ്യവകുപ്പാണെങ്കിലും കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു 6 മാസം വീണ്ടും സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിലപാട് വരിക? സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയ്ക്കുണ്ട്, കോർഡിനേഷൻ കമ്മിറ്റിയിലെ എല്ലാ സംഘടനകൾക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അക്കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ആളുകളല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ പറഞ്ഞ നിലപാടിൽ നിന്നും കുറച്ചുകൂടെ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന കാര്യം ഗവൺമെൻറ് ആലോചിച്ചിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ സൂചിപ്പിച്ചത് ഇടതുപക്ഷ MLA CPM-ൻ്റെ MLA ആണ് ഈ സമരത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല. അതിനപ്പുറത്തേക്കാണ് ഞങ്ങൾ അവകാശ സമരങ്ങളെ കാണുന്നത്. മഹാനായ EMS-ൻ്റെ കാലത്ത് തന്നെ സമരവും ഭരണവും ഒത്തുകൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഓരോ വിഭാഗം തൊഴിലാളിയും അധ്വാനിക്കുന്ന ആളുകളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ നടത്താറുണ്ട്. ഈ അടുത്ത കാലത്ത് സർക്കാർ ജീവനക്കാർ പണിമുടക്കി കുറച്ചാളുകൾ. അപ്പോൾ ആ സമരങ്ങളെ ഒന്നും ഒരിക്കലും ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ CITU-വിനോ തള്ളിപ്പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ ആലോചനയ്ക്കും ചർച്ചയ്ക്കും തീരുമാനത്തിനും ശേഷമാണ് ഞാൻ പ്രദാനം ചെയ്യുന്ന കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU കൂടെ ഈ സമരത്തിൽ പങ്കെടുക്കാനും കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഭാഗമാകാനും ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകൾ അവർ സമരത്തിൽ നിന്ന് പിൻവലിക്കില്ലേ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് ഞങ്ങൾ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഏറ്റവും ന്യായമെന്ന് തോന്നുന്ന ഡിമാൻഡുകൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ആ ഡിമാൻഡ് ന്യായമെന്ന് തോന്നുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കും. മറ്റൊരു കാര്യം സർക്കാരിൻ്റെ നിലപാട് ആണ്. സർക്കാരിൻ്റെ നിലപാട് സാമ്പത്തിക സാഹചര്യത്തിൻ്റെ പ്രയാസം കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യം കൂടെ പരിഗണിച്ച് ഗവൺമെൻറ് എന്താണോ നിർദ്ദേശിക്കുന്നത് അതിൽ പരമാവധി സമരത്തിൽ നിൽക്കുന്ന സംഘടനകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിൽ എത്തിച്ചേർക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ആ സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.
ഓക്കെ, നമ്മളിപ്പോൾ പ്രതികരിച്ചത് റേഷൻ കടയുടെ കോർഡിനേഷൻ ചെയർമാനായ സ്റ്റീഫൻ സാറാണ്. മാത്രമല്ല റേഷൻ കട വ്യാപാരികളുടെ സമരം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തോതിലുള്ള 4000-ലധികം ആളുകൾ തടിച്ചുകൂടിയിട്ടുള്ള സമരം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലായിരുന്നു MLAയും റേഷൻ കടയുടെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ സ്റ്റീഫൻ നമ്മളോട് പ്രതികരിച്ചത്.